നമസ്കാരം, സ്വാഗതം. നിങ്ങൾ കന്നിരാശിക്കാരാണോ? അതായത് ഉത്രം, അത്തം അല്ലെങ്കിൽ ചിത്തിരയുടെ ആദ്യ പകുതിയിലാണോ നിങ്ങളുടെ നക്ഷത്രം? എങ്കിൽ 2026 ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. അപ്പോ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം നിങ്ങളുടെ രാശിയുടെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് നോക്കൂ. പിന്നെ ഈ മാസത്തെ ഗ്രഹങ്ങൾ നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം തൊഴിൽ, സാമ്പത്തികം, ബന്ധങ്ങൾ, ആരോഗ്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യും. അവസാനം കുറച്ച് ലളിതമായ പരിഹാരങ്ങളും ഞാൻ പറയാം. ശരി, അപ്പം നമുക്ക് തുടങ്ങാം. ഈ മാസത്തെ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം. കാരണം ഫെബ്രുവരി മാസം നിങ്ങളുടെ കന്നിരാശിയുടെ ആ ഒരു പ്രത്യേക സ്വഭാവത്തെ ശരിക്കും ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. കന്നിരാശി, അതായത് ബുധൻ ഭരിക്കുന്ന ഒരു ഭൂരാശിയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തും. കൃത്യതയും വൃത്തിയുമൊക്കെ നിങ്ങൾക്ക് നിർബന്ധമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മനസ്സുണ്ടാകും. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നൊരു സ്വഭാവം. ഈ ഫെബ്രുവരിയിൽ ഈ സ്വഭാവം ഒരേ സമയം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും അതേപോലെ തന്നെ ഏറ്റവും വലിയ ദൗർബല്യവുമായി മാറും. അപ്പോ എന്തുകൊണ്ടാണ് ഈ മാസം നിങ്ങളുടെ ചിന്തകളും ഉത്തരവാദിത്തങ്ങളുമൊക്കെ കൂടുന്നത്? അതിന്റെ ഉത്തരം ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളിലാണ്. ഈ മാസം നിങ്ങളുടെ തൊഴിൽ, ആരോഗ്യം, മനസ്സ്, ഈ 3 കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയധികം പ്രാധാന്യം വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ മാസം ശരിക്കും ഒരു വടംവലി പോലെയാണ്. ഒരു വശത്ത് നിങ്ങളുടെ രാശ്യാധിപനായ ബുധൻ നല്ല സപ്പോർട്ടുമായി കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങളിലും വഴി കാണിച്ചു തരും. പക്ഷേ മറുവശത്ത് ശനി നേരെ എതിർ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ നന്നായിട്ട് പ്രഷർ ചെയ്യും. കുറേ വെല്ലുവിളികൾ തരും. ഇതിന്റെ ഇടയ്ക്ക് വ്യാഴം കുറച്ചൊക്കെ സപ്പോർട്ട് തരുന്നുണ്ടെങ്കിലും ദിവസവും മാറുന്ന ചന്ദ്രൻ നിങ്ങളുടെ ഓവർ തിങ്കിങ് കൂട്ടാനും സാധ്യതയുണ്ട്. ശരി, ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് വരാം. തൊഴിലും സാമ്പത്തികവും. ഇവിടെയാണ് നിങ്ങളുടെ കന്നിരാശിയുടെ ആ സഹജമായ കഴിവുകളൊക്കെ ശരിക്കും പരീക്ഷിക്കപ്പെടാൻ പോകുന്നത്. അതെ, ഈ മാസം നിങ്ങളുടെ ജോലിസ്ഥലം ഒരു പരീക്ഷണശാല പോലെ ആകും. അവിടെ നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ കൃത്യത എല്ലാം അളക്കപ്പെടും. ഓരോ ചെറിയ കാര്യത്തിനും വലിയ പ്രാധാന്യമുണ്ടാകുന്നൊരു സമയമാണിത്. പ്രധാനമായും 3 വെല്ലുവിളികളാണ് വരാൻ പോകുന്നത്. 1, ജോലിഭാരം കൂടും, നന്നായി കൂടും. 2, നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ അക്ഷരത്തെറ്റുപോലും ചിലപ്പോൾ വലിയൊരു പ്രശ്നമായി മാറിയേക്കാം. അത്രയ്ക്ക് ശ്രദ്ധ വേണ്ടിവരും. പക്ഷേ ഇത്രയും സമ്മർദ്ദത്തിനിടയിലും ഒരു നല്ല കാര്യമുണ്ട്. ബുധൻ കൂടെയുള്ളതുകൊണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും കഴിവും നിങ്ങളുടെ ബോസ് തീർച്ചയായും കാണും. ഒരു ജോലിമാറ്റത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പറ്റിയ സമയമാണ്. പക്ഷേ ഫൈനൽ തീരുമാനമെടുക്കാൻ മാർച്ച് മാസം വരെ ഒന്ന് കാത്തിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് പൈസയുടെ കാര്യം നോക്കാം. വരുമാനമൊക്കെ ഉണ്ടാകും, അതിന് കുറവൊന്നും വരില്ല. പക്ഷേ ചെലവുകൾ കൂടും. പ്രത്യേകിച്ച് പെട്ടെന്നുള്ള ആശുപത്രി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മൊബൈൽ, ലാപ്ടോപ്പ് പോലുള്ള ഉപകരണങ്ങൾ വാങ്ങാനോ ഒക്കെയായി പണം ചെലവാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനമാണ്. അപ്പോ ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നിയമം എന്താണെന്നറിയോ? 0. പുതിയ ലോൺ എടുക്കുന്നത് 0, ആർക്കെങ്കിലും കടം കൊടുക്കുന്നത് 0. സിമ്പിൾ. പുതിയ സാമ്പത്തിക ബാധ്യതകളൊന്നും ഏറ്റെടുക്കാനുള്ള സമയമല്ലത്. ജോലിയിലും പണത്തിന്റെ കാര്യത്തിലുമൊക്കെ ഇത്രയും ടെൻഷൻ ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും ബാധിക്കുമല്ലോ, അല്ലേ? അപ്പോ അടുത്തത് അതാണ്. നിങ്ങളുടെ ഉള്ളിലെ ഈ അമിത ചിന്ത പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ചോദ്യം നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം. ഈ ഓവർ തിങ്കിങ്, അതായത് ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് വലുതാക്കുന്ന ഈ സ്വഭാവം നിങ്ങളുടെ റിലേഷൻഷിപ്പുകളെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ? കാരണം ഈ മാസത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരിക്കാം. പ്രശ്നം ഇതാണ്, നിങ്ങളുടെ പാർട്ട്ണർ എന്തെങ്കിലും ഒരു സാധാരണ കാര്യം പറയുമ്പോൾ നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കും. ചെറിയൊരു അഭിപ്രായ വ്യത്യാസം മതി, അതൊരു വലിയ വഴക്കായി മാറും. ഇതിന് ഒറ്റ പരിഹാരമേയുള്ളൂ: തുറന്ന് സംസാരിക്കുക. എല്ലാം എന്റെ കൺട്രോളിൽ നടക്കണം എന്ന വാശൊന്നു മാറ്റിവെച്ചാൽ മാത്രം മതി. പല പ്രശ്നങ്ങളും അവിടെ തീരും. ഇനി കുടുംബത്തിന്റെയും സമൂഹത്തിന്റെ കാര്യം നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് നല്ല വിലയും അംഗീകാരവും ഒക്കെ കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുന്ന സ്വഭാവമില്ലേ,
അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ സഹോദരങ്ങളുടെയോ മറ്റു ബന്ധുക്കളുടെയോ കാര്യത്തിൽ ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നേക്കാം. മൊത്തത്തിൽ ആളുകൾക്ക് നിങ്ങളെ വലിയ വിശ്വാസമായിരിക്കും. അപ്പോ ഇത്രയും മാനസിക സമ്മർദ്ദമൊക്കെ ഉള്ളപ്പോ അത് നേരെ വന്ന് ബാധിക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ആരോഗ്യത്തില്. അതുകൊണ്ട് ഈ അവസാനത്തെ ഭാഗം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, ഈ മാസത്തെ എങ്ങനെ കൂടുതൽ അനുകൂലമാക്കാം എന്ന് നോക്കാം. പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. ദഹനം, അതായത് വയറിന്റെ പ്രശ്നങ്ങൾ വരാം. 2. ഉറക്കം. 3. മാനസികമായ ക്ഷീണം. ഈ ഓവർ തിങ്കിങ് കാരണം ഉറക്കം ശരിയാവില്ല, അത് ദഹനത്തെയും ബാധിക്കും. മൊത്തത്തിലൊരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. അപ്പോൾ ഏറ്റവും നല്ല മരുന്നെന്താ? സമയത്ത് ഭക്ഷണം കഴിക്കുക, നന്നായി ഉറങ്ങുക. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? ഇതാ കുറച്ച് സിമ്പിൾ വഴികൾ. ബുധന്റെ പ്രീതി കിട്ടാനായി ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഓം ബുധായ നമ എന്ന് 11 തവണ ജപിക്കാം. പച്ച നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നതും പുതിയ എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യാനോ സമയം കണ്ടെത്തുന്നതും നിങ്ങളുടെ മനസ്സിന് വലിയ പോസിറ്റീവ് എനർജി തരും. അതെ, ഈ മാസത്തിന്റെ ആകെത്തുക ഇതാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഫെബ്രുവരി 2026 നിങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ, അതായത് സെൽഫ് കൺട്രോൾ പഠിപ്പിക്കുന്ന ഒരു മാസമാണ്. ചിന്തകളിലും വാക്കുകളിലും പണത്തിന്റെ കാര്യത്തിലുമെല്ലാം ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ഗ്രഹങ്ങൾ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ടൊന്നോർക്കുക, ഈ മാസത്തെ വിജയിപ്പിക്കാനുള്ള താക്കോൽ വേറെ എവിടെയുമല്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് അത് നിങ്ങൾ നേടിയെടുത്താൽ തൊഴിലായാലും ആരോഗ്യമായാലും ബന്ധങ്ങളായാലും ജീവിതത്തിലെ എല്ലാ പ്രധാന മേഖലകളെയും ശരിയായ വഴിക്ക് നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിക്കുന്നു. നമസ്കാരം.